നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരിയിൽ നീന്തൽ മത്സരത്തിനിടെ വിദ്യാർത്ഥി മുങ്ങിമരിച്ച സംഭവത്തിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ASPക്കും പരാതി. തലശ്ശേരി കൂത്തുപറമ്പ് പാനൂർ മേഖലകളിൽ സ്വകാര്യ ബസ്സുകളുടെ സാന്ത്വന യാത്ര. വരുമാനം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. കണ്ണൂർ വിമാനത്താവള ഉദ്ഘാടനം ഒക്ടോബറിലേക്ക് മാറ്റി. ലൈസൻസിനുള്ള കാലിബ്രേഷൻ പരിശോധന മഴ മാറിയാൽ ഉടൻ നടക്കും. പ്രളയബാധിതർക്ക് കൈത്താങ്ങായി തലശ്ശേരി പോലീസും. വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ സ്വരൂപിച്ച സാധനങ്ങൾ തൃശൂരിലെത്തിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. തലശ്ശേരിയിൽ നീന്തൽ മത്സരത്തിനിടെ വിദ്യാർത്ഥി മുങ്ങിമരിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ തലശ്ശേരി സബ് കളക്ടർക്കും ASPക്കും പരാതി നൽകി. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പരാതിയുമായി നാട്ടുകാരും രംഗത്തെത്തിയത്. നീന്തൽ മത്സരത്തിനിടെ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ തലശ്ശേരി സബ് കളക്ടർ, ASP എന്നിവർക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ 14 രാവിലെ തലശ്ശേരി സബ് ജില്ലാ നീന്തൽ മത്സരത്തിനിടെ ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥി ഋത്വിക് രാജിന്റെ മരണത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നാണ് 21 പേർ ഒപ്പിട്ട പരാതിയിൽ പറയുന്നത്. 150ഓളം കുട്ടികൾ പങ്കെടുത്ത നീന്തൽ മത്സരത്തിനായി ഒരു മുന്നൊരുക്കങ്ങളും സംഘാടകർ നടത്തിയിരുന്നില്ല. കനത്ത മഴയെ തുടർന്ന് അതീവ ജാഗ്രത നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് മത്സരം നടത്തിയത്. അതിനാൽ വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ സംഘാടകർക്കെതിരെയും അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. അതേസമയം സംഭവത്തിൽ സംഘാടകർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത് തലശ്ശേരി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ടെമ്പിൾഗേറ്റ് സ്വദേശി വിനോദ് കുമാറിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗറുമായി പിടികൂടിയ മധ്യവയസ്കനെ കോടതി റിമാൻഡ് ചെയ്തു. കണ്ണൂർ കാട്ടാമ്പള്ളി കോട്ടക്കുന്ന് സ്വദേശി അബ്ദുൾ റഹീമിനെയാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. 2 ലക്ഷം രൂപ വില വരുന്ന 10 ഗ്രാം ബ്രൗൺ ഷുഗറുമായാണ് കണ്ണൂർ കാട്ടാമ്പള്ളി കോട്ടക്കുന്ന് സ്വദേശിയായ പൂച്ച റഹീം എന്ന പശു റഹീമിനെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണം നടത്തുന്നതിനിടയിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് റഹീം പിടിയിലായത്. മുംബൈയിൽ നിന്നും ഓണം ബക്രീദ് കാലമായതിനാൽ വിൽപ്പനക്കായി കൊണ്ടുവന്നതാണ് ബ്രൗൺ ഷുഗർ എന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞു. വരും ദിവസങ്ങളിലും കണ്ണൂർ നഗരത്തിൽ പരിശോധന ശക്തമാക്കുമെന്ന് ടൗൺ SI ശ്രീജിത്ത് കോടേരി പറഞ്ഞു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും ലഹരി പദാർത്ഥങ്ങൾ കണ്ടമാനം വരുന്നതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു 10 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അയാളുടെ പേര് അബ്ദുൾ റഹീം എന്നാണ്. അയാൾ പഴയ കളവ് കേസിലൊക്കെ പ്രതിയായി കുറേ കാലം അരയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നത്രേ ബ്രൗൺ ഷുഗർ ഉണ്ടായിരുന്നത്. നേരത്തെ നിരവധി തവണ ഇത്തരത്തിൽ മുംബൈയിൽ നിന്നും മയക്കുമരുന്ന് കണ്ണൂരിലെത്തിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് 5 വർഷം ജയിൽ ശിക്ഷയും റഹീം അനുഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ വിമാനത്താവള ഉദ്ഘാടനം ഒക്ടോബറിലേക്ക് മാറ്റി. വിമാനത്താവള ലൈസൻസിനുള്ള അന്തിമ കാലിബ്രേഷൻ പരിശോധന മഴ മാറിയാലുടൻ നടത്തും. ഇതിനായുള്ള റൺവേ പരിശോധന നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. വിമാനത്താവളം സെപ്റ്റംബറോടെ പൂർണ്ണ സജ്ജമാകും. എന്നാൽ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്താൻ അനുമതി ലഭിച്ച വിമാനങ്ങളുടെ താൽപര്യപ്രകാരമാണ് ഉദ്ഘാടനം ഒക്ടോബറിലേക്ക് നീട്ടുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, ഗോഎയർ എന്നീ കമ്പനികൾക്കാണ് വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്താൻ അനുമതി ലഭിച്ചിട്ടുള്ളത്. വിമാനത്താവള കമ്പനികളുടെ ശൈത്യകാല സമയപട്ടിക ഒക്ടോബർ 28-നാണ് നിലവിൽ വരിക. ആ പട്ടികയിൽ കണ്ണൂരിനെ ഉൾപ്പെടുത്താമെന്ന് വിമാന കമ്പനികൾ കിയാലിനെ അറിയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഉദ്ഘാടനം നടത്തിയാൽ നവംബർ വരെ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്താനാവില്ല. വ്യോമയാന മന്ത്രാലയം നിലവിലുള്ള നിബന്ധനകളിൽ നിന്ന് കണ്ണൂരിന് ഇളവ് നൽകിയിട്ടുണ്ട്. അതിനാൽ ഉഡാൻ സർവീസിന് അനുമതി നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഉഡാൻ സർവീസുള്ള റൂട്ടുകളിൽ മറ്റ് സർവീസ് പാടില്ലെന്ന നിബന്ധന വ്യോമ മന്ത്രാലയം ഒഴിവാക്കി. ഒരു റൂട്ടിൽ ഒരു ദിവസം ഒരു ഉഡാൻ വിമാനം എന്ന നിലയിലായിരിക്കും സർവീസ് നടത്തുക. ബാക്കിയുള്ളവ സാധാരണ സർവീസായും നടത്തും. അതിനാൽ വിമാനത്താവളത്തിന്റെ വരുമാനത്തെയോ മറ്റു വിമാനങ്ങളുടെ സർവീസിനെയോ ബാധിക്കില്ല. വിമാനത്താവള ലൈസൻസിനുള്ള അന്തിമ കാലിബ്രേഷൻ പരിശോധന മഴ മാറിയാലുടൻ നടക്കും. അതിനു മുന്നോടിയായുള്ള റൺവേ പരിശോധന പ്രത്യേക സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്.
തലശ്ശേരി കൂത്തുപറമ്പ് പാനൂർ മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ സ്വാന്തന യാത്ര നടത്തി. ഈ ദിവസത്തെ വരുമാനം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കീഴിലെ 300ഓളം ബസ്സുകളാണ് ചൊവ്വാഴ്ചത്തെ സർവീസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ മാറ്റിവെച്ചത്. യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് നൽകാതെ പകരം യാത്രാ ലക്ഷ്യത്തോടെയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച ബക്കറ്റ് നീട്ടുകയായിരുന്നു. പതിവ് കലക്ഷന് വിരുദ്ധമായി ഇരട്ടിയിലധികം തുകയാണ് ഓരോ സർവീസിലും ബസ് ഉടമസ്ഥർക്ക് ലഭിച്ചത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ കണ്ണൂർ RTO M. മനോഹരൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത പ്രവൃത്തിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇന്ന് സംഘടിപ്പിച്ച ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഈ പരിപാടിയിൽ ഭാഗമാക്കാൻ എല്ലാ ജനങ്ങളും അവരെ കഴിയുന്ന സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഈ പരിപാടി പൂർണ്ണ വിജയമാക്കാൻ അഭ്യർത്ഥിക്കുന്നു. പ്രളയം നാടിനെ കണ്ണീരിലാഴ്ത്തുമ്പോൾ നാടിന്റെ ദുരിതത്തിൽ തങ്ങളാലാകുന്ന സഹായമെത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ബസ് ഉടമസ്ഥരും പറഞ്ഞു. ഒരു വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളുടെ എന്നും കൂടിയുള്ള പ്രൈവറ്റ് ബസ്സുകളും അതിലുള്ള ജീവനക്കാരും കൂടി ഇന്നത്തെ ഒരു ദിവസം സർവീസ് നടത്തിക്കൊണ്ട് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ള ഏകദേശം 300ഓളം ബസ്സുകൾ ഇന്ന് സദുദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജോയിന്റ് RTO സുഭാഷ് ബാബു, M. രാഘവൻ, ട്രേഡ് യൂണിയൻ നേതാക്കളായ MK ഗോപി, P. ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിലോടുന്ന ബസ്സുകളുടെ കാരുണ്യയാത്ര മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ E. ജയരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂത്തുപറമ്പ് തലശ്ശേരി റൂട്ടിലോടുന്ന ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം CI B. രാജേന്ദ്രനാണ് നിർവഹിച്ചത്. മഴക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന നമ്മുടെ കേരള സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഒരു ദിവസത്തെ വരുമാനം സംഭാവനയായി നൽകാമെന്ന് തീരുമാനിച്ച ഈ അസർബുല്ല ബസ്സിൻ്റെ ഉടമയ്ക്കും അതിലെ സ്റ്റാഫുകൾക്കും പ്രത്യേക അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പറയുന്നു. പ്രളയബാധിതർക്ക് കൈത്താങ്ങായി തലശ്ശേരി പോലീസും. തലശ്ശേരി സബ് ഡിവിഷന് കീഴിലെ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ ശേഖരിച്ച സാധനങ്ങൾ ലോറിയിൽ തൃശൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിച്ചു. പ്രളയബാധിതരെ സഹായിക്കാൻ സാധനങ്ങൾ ശേഖരിച്ച് ക്യാമ്പുകളിലേക്ക് അയച്ച് പോലീസിന്റെ വേറിട്ട പ്രവർത്തനം. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് തലശ്ശേരി സബ് ഡിവിഷനിലെ 9ഓളം പോലീസ് സ്റ്റേഷനിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ ലോറിയിലാക്കി തൃശൂരിലേക്ക് അയച്ചത്. പലവ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ, കിടക്കവിരികൾ, നാപ്കിൻ, പ്ലാസ്റ്റിക് ബക്കറ്റുകൾ എന്നിവയടക്കമുള്ള സാധനങ്ങളാണ് ശേഖരിച്ചയച്ചത്. തലശ്ശേരി SP ചൈത്ര തെരേസ ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുന്നോട്ട് നമുക്ക് മരുന്നുകൾ ആവശ്യമുണ്ടാവും, അതേപോലെ തന്നെ ഫേസ് മാസ്ക്, ഇനിയിപ്പം വേറെ എന്തെങ്കിലും അസുഖങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എതിർക്കാനുള്ള കാര്യങ്ങൾ നമുക്കിനി ആവശ്യമുണ്ടാവും. കുടിവെള്ളം, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിനി കൂടുതൽ ആവശ്യം വരാൻ പോകുന്നത്. എന്തായാലും എല്ലാവരുടെയും സഹായത്തോടെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടം നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന്. തലശ്ശേരി, ന്യൂമാഹി, ചൊക്ലി, കതിരൂർ, പിണറായി, ധർമ്മടം, പാനൂർ, കുളവല്ലൂർ, തലശ്ശേരി ട്രാഫിക് യൂണിറ്റ് എന്നിവിടങ്ങളിലെ പോലീസുകാരാണ് പ്രളയബാധിതരെ സഹായിക്കാനായി സാധനങ്ങൾ ശേഖരിച്ചത്. ശ്രീകൃഷ്ണ ജയന്തിക്ക് പിന്നാലെ ബാലസംഘത്തിന്റെ സാംസ്കാരിക ഘോഷയാത്രകളും മാറ്റിവെച്ചു. പ്രളയക്കെടുതിയിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി മാറ്റിയത്. അടുത്ത മാസം 2-നാണ് ഇരു പരിപാടികളും നടത്താൻ തീരുമാനിച്ചിരുന്നത്. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്താനിരുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഒഴിവാക്കി നാമജപം മാത്രം നടത്താൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അതേ ദിവസം നടത്താൻ നിശ്ചയിച്ച സാംസ്കാരികോത്സവ ഘോഷയാത്രകളും മാറ്റിവെച്ചത്. പകരമായി പ്രളയത്തെ തുടർന്ന് കെടുതികൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കൂടുതൽ ബാലസംഘം പ്രവർത്തകരെ നിയോഗിക്കും. ഒപ്പം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ശേഖരിച്ചു നൽകാനും സംഘം പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് ബാലസംഘം സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം ഓണാഘോഷങ്ങൾ ഒഴിവാക്കി ഇതിനായി നീക്കിവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ പല സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 31st ഇയർ ജ്വല്ലറി ഫെസ്റ്റിവൽ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്നേഹ സമ്മാന പദ്ധതി. നറുക്കെടുപ്പിലൂടെ ആഴ്ചതോറും സമ്മാനങ്ങൾ, മാസം തോറും സ്വർണ്ണ നാണയങ്ങൾ. മെഗാ ബമ്പർ സമ്മാനം മാരുതി സ്വിഫ്റ്റ് കാർ. മെഗാ ബമ്പർ നറുക്കെടുപ്പ് 2018 ഉത്രാടം നാളിൽ. അന്നും ഇന്നും എന്നും. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ ബോണ്ട് ഫോർ എവർ സിൻസ് 1986. ടെൽട്യൂൺ ഫർണിച്ചർ, ഇന്ത്യൻ വിദേശ നിർമ്മിത ഫർണിച്ചറുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം.
നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമുള്ള മണിയറ സെറ്റുകൾ, കൂടാതെ ഓഫീസ് ഫർണിച്ചറുകളുടെയും ബ്രാൻഡഡ് സോഫകളുടെയും മലബാറിലെ ഏറ്റവും വിശാലമായ ഷോറൂം. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും കൂടുതൽ സെലക്ഷനുമായി ടാൽറ്റ്യൂൺ ഡിസൈനർ ഫർണിച്ചർ. ടാൽറ്റ്യൂൺ ഫർണിച്ചർ, ടാൽറ്റ്യൂൺ ടവർ, TH റോഡ്, മേലോട്ട് മടപ്പുര, തലശ്ശേരി. ടാൽറ്റ്യൂൺ ഡിസൈനർ ഫർണിച്ചർ, ഷാനി പാലസ്, നിയർ മേലോട്ട് മടപ്പുര, തലശ്ശേരി. ടാൽറ്റ്യൂൺ സെയിൽസ് കോർപ്പറേഷൻ, നിയർ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം, തലശ്ശേരി. What's next? The best. Checkmate. The perfect lock. Perfect. Yes, the perfect step. ജീവിതം പെർഫെക്റ്റ് ആവുന്നത് മികച്ച കരിയർ തിരഞ്ഞെടുക്കുമ്പോഴാണ്. നിങ്ങളുടെ ചുവടുവെപ്പുകൾക്ക് ഞങ്ങൾ നല്ല വഴിയൊരുക്കാം. 2 പതിറ്റാണ്ടിന്റെ അനുഭവങ്ങളുമായി ശ്രീ ശങ്കരാചാര്യ. Sri Shankaracharya Computer Center. Mahi Cooperative College of Higher Education and Technology, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി 2018-20 വർഷത്തെ MCOM ബിസിനസ് ഫിനാൻസ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഉടൻ ബന്ധപ്പെടുക. ഫോൺ 9495639433 8281348511. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന. ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളുമായി ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കിയ ഹോട്ടൽ നവരത്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോട്ടൽ നവരത്ന ഇൻ എ ലക്ഷറി ഹോട്ടൽ, ഗുഡ് ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയിൽ ഷോപ്പിംഗ് സ്വപ്നങ്ങൾക്ക് ഒരു നാമധേയം കൂടി, ലോട്ടസ് ഹൈപ്പർ മാർക്കറ്റ്. 54 വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരിയുടെ വ്യാപാര മേഖലയിൽ വിശ്വാസമർപ്പിച്ച പാരമ്പര്യമുള്ള ലോട്ടസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ലോട്ടസ് ഹൈപ്പർ മാർക്കറ്റ്. 3 നിലകളിലായി 25,000 സ്ക്വയർ ഫീറ്റിൽ തലശ്ശേരിയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് വിസ്മയം. ഷോപ്പ് യുവർ ഡ്രീംസ്. ലോട്ടസ് ഹൈപ്പർ മാർക്കറ്റ്, ലോട്ടസ് കോംപ്ലക്സ്, AVK നായർ റോഡ്, തലശ്ശേരി. നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ശീതീകരിച്ച എല്ലാ ഫ്ലോറുകളിലേക്കും ലിഫ്റ്റ് സൗകര്യവും കൂടാതെ ഓഫർ കാർഡും. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ലോട്ടസ് ഹൈപ്പർ മാർക്കറ്റ്, ലോട്ടസ് കോംപ്ലക്സ്, AVK നായർ റോഡ്, തലശ്ശേരി. ഫോൺ 0490232093. V-Guard ഇൻവെർട്ടർ ഉപയോഗിക്കൂ. ഇനി പവർ കട്ടിനെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ വീടുകളും ഓഫീസുകളും കൂടുതൽ മണിക്കൂർ പ്രകാശം പരത്തും, അതും സ്മാർട്ട് ഫോണിലൂടെ. V-Guard സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കൂ. ഇനി ഭക്ഷണം വേവിക്കുവാനും കുളിക്കുവാനും ചൂടുവെള്ളം അനായാസം. നിങ്ങളുടെ വീടിന് മുകളിൽ പച്ചക്കറി മാത്രമല്ല, V-Guard സോളാർ പാനൽ ഉപയോഗിച്ച് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കൂ. നിരവധി വർഷത്തെ സേവന പാരമ്പര്യമുള്ള വോൾട്ട് ആൻഡ് വാട്സിന്റെ സെയിൽസ് ഓഫീസേഴ്സ്, പ്രഗത്ഭരായ ടെക്നീഷ്യന്മാർ, ശക്തമായ മാനേജ്മെന്റ്. വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും പൂർണ്ണമായ ഉത്തരവാദിത്വം, മികച്ച വിലക്കുറവും. V-Guardന്റെ കണ്ണൂർ, കോഴിക്കോട് ജില്ലയിലെ ഏക അംഗീകൃത വിതരണക്കാർ. വോൾട്ട് ആൻഡ് വാട്സ്, കണ്ണൂർ, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ സുനിത ഫർണിച്ചർ അവതരിപ്പിക്കുന്നു ഗ്രാൻഡ് ഓണം സെയിൽ. 9 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഫർണിച്ചറുകൾക്ക് 10 മുതൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ എല്ലാ സോഫകൾക്കും നേടൂ 20% ഡിസ്കൗണ്ട്. ഇപ്പോൾ നേടാം 35,000 രൂപയ്ക്ക് ബെഡ്റൂം സെറ്റും കിടക്കയും. കൂടാതെ നിങ്ങളുടെ വീടോ ഫ്ളാറ്റോ മുഴുവനായി മരം കൊണ്ട് തന്നെ ഫർണിഷ് ചെയ്യാം. വെറും 99,990 രൂപയ്ക്ക്. ആധുനിക അടുക്കള ഇനി നിങ്ങൾക്കും സ്വന്തം. ഓറഞ്ച് പില്ലർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സെക്ഷൻ 6ാം നിലയിൽ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. എ വേൾഡ് ക്ലാസ് ഫർണിച്ചർ ഷോറൂം ഫോർ ഓൾ. ഈ ഓണക്കാലം തലശ്ശേരി ഫാഷൻസിലാവട്ടെ. 50% വരെ ഡിസ്കൗണ്ടോടെ പ്രമുഖ കമ്പനികളുടെ ഇൻഡക്ഷൻ കുക്കർ, പ്രഷർ കുക്കർ, കാസറോൾ, നോൺ സ്റ്റിക് വെസൽസ്, ഫ്ലാസ്ക്, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനവധി വീട്ടുപകരണങ്ങൾ കരസ്ഥമാക്കൂ. ഈ ഓണക്കാലം തലശ്ശേരി ഫാഷൻസിനൊപ്പം ആഘോഷിക്കൂ. LPG സ്റ്റൗ, ഗ്രൈൻഡർ, മിക്സി, ഫാൻ തുടങ്ങിയവയ്ക്ക് 500 രൂപ മുതൽ 2000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ ആസ്വദിക്കൂ. വേഗമാവട്ടെ, ഈ ഓണക്കാലം ഉത്സവമാക്കാൻ
ഗൃഹോപകരണങ്ങളുടെ കലവറ. ഫാഷൻസ്, പഴയ പോലീസ് സ്റ്റേഷന് സമീപം, തലശ്ശേരി. സഹോദര സ്ഥാപനങ്ങൾ ഫാഷൻസ് വേൾഡ്, നാരങ്ങാപുരം, തലശ്ശേരി. ഫാഷൻസ് ഓൺ മല്ലസ് കോമ്പൗണ്ട്, ട്രാഫിക് പോലീസ് സ്റ്റേഷന് സമീപം, തലശ്ശേരി. മറ്റു വാർത്തകളിലേക്ക്. പ്രളയക്കെടുതി നേരിടാൻ കേരളത്തിന് UAE അനുവദിച്ച 700 കോടി രൂപയെ ചൊല്ലി നവമാധ്യമങ്ങളിൽ ചർച്ചകളുടെ ബഹളം. കേരളത്തിന്റെ നയതന്ത്ര വിജയമാണിതെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഇതോടൊപ്പം കേന്ദ്രത്തോട് 2600 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെടും. പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിനായി മലയാളികൾക്കൊപ്പം വിദേശീയരും സഹായങ്ങൾ നൽകുന്നുണ്ട്. UAE ഗവൺമെന്റ് 700 കോടി രൂപയുടെ സഹായം അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ച് UAE ഗവൺമെന്റിന്റെ 700 കോടി രൂപയുടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ അടുത്ത് UAE ക്രൗൺ പ്രിൻസ് സംസാരിച്ചിട്ടുമുണ്ട്. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, അബുദാബി ക്രൗൺ പ്രിൻസ് ആണ് അദ്ദേഹം. ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ഓഫ് UAE ആർമഡ് ഫോഴ്സസ് ആണ് അദ്ദേഹം. UAEയുടെ സഹായമായിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തെ സഹായിക്കാൻ $100 മില്യൺ, 700 കോടി രൂപയാണ്. ഇന്ത്യൻ റുപ്പിയിലെടുത്താൽ 700 കോടി രൂപ വരും. ആ 700 കോടി രൂപയുടെ സഹായം കേരളത്തിന് നൽകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ തുകയോടൊപ്പം കേന്ദ്രത്തോട് 2600 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കും നബാർഡിനും പ്രത്യേക പാക്കേജുകൾ അനുവദിക്കണമെന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും ഈ മാസം 30-ന് പ്രളയക്കെടുതി ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മൊറട്ടോറിയം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ബാങ്കുകൾ കുടിശ്ശിക പിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കമ്പോളത്തിൽ നിന്നും വായ്പ എടുക്കാനുള്ള വായ്പാ പരിധി 3-ൽ നിന്നും 4.5% ഉയർത്തിയാൽ 10,500 കോടി രൂപ അധികമായി കടമെടുക്കാൻ സാധിക്കുമെന്നും ഇതിന് കേന്ദ്രം മുൻകൈയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ശക്തമായ മഴക്കിടയിലും കൂത്തുപറമ്പിൽ കിണർ വറ്റിയ നിലയിൽ. കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ വയലിലെ കിണറാണ് കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ വറ്റി തുടങ്ങിയത്. രാവിലെ വരെ മുകളിലെ പടവിനോളം വെള്ളമുണ്ടായിരുന്ന കിണറാണിത്. കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ് അംഗങ്ങൾ കൃഷിക്കായി കഴിഞ്ഞ വേനൽക്കാലത്താണ് 10 കോൽ താഴ്ചയുള്ള കിണർ നിർമ്മിച്ചത്. കനത്ത വെയിലുള്ള മെയ് മാസത്തിൽ പോലും 2 മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താലും വറ്റാതിരുന്ന കിണറാണ് മഴ കനത്തു പെയ്യുന്നതിനിടയിലും വറ്റിയത്. കഴിഞ്ഞ ദിവസം വരെ മുകളിലെ പടവിനോളം വെള്ളമുണ്ടായിരുന്നെങ്കിലും തിങ്കളാഴ്ച ഉച്ചയോടെ വെള്ളത്തിന്റെ അളവ് 8 കോലോളം താഴുകയായിരുന്നു. ധാരാളം ഉറവ കിണറിൻ്റെ ചുറ്റുഭാഗത്തുനിന്നും വരുന്നുണ്ട്. പക്ഷേ വെള്ളം വരുന്ന ഒരു സ്ഥിതി കാണുന്നതേയില്ല. തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ധാരാളം വെള്ളക്കെട്ടുള്ളതുമാണ്. ധാരാളം കൃഷിയിടത്തിലെ ആണിച്ചാലിലും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു 5 മീറ്റർ തൊട്ടളവിൽ ഉയരത്തിലൂടെ ഒരു തോടും ഒഴുകുന്നുണ്ട്. ആ തോടിൻ്റെ വെള്ളം ഏകദേശം നവംബർ മാസം വരെ വെള്ളമുള്ള ഒരു തോടുമാണ്. പക്ഷേ തൊട്ടടുത്ത കിണറിലാണ് ഈ ഒരു പ്രതിഭാസം കാണുന്നത്. എന്നാൽ ചൊവ്വാഴ്ച രാവിലെയോടെ കിണർ പൂർവ്വസ്ഥിതിയിലായി. കിണറിനടിയിൽ നിന്നും മണ്ണൊലിച്ചുപോയി കുഴികൾ രൂപപ്പെടുന്ന സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണിത്. മണിക്കൂറുകൾക്കുള്ളിൽ ഈ കുഴികൾ അടയുകയും കിണറിൽ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുകയുമായിരുന്നു. ദുരിതബാധിതരെ സഹായിക്കാൻ ഇരുചക്ര കസേരയിൽ ജീവിതം നയിക്കുന്നവർ രംഗത്തിറങ്ങിയത് ഏറെനടയിക്കുന്ന കാഴ്ചയായി. തങ്ങൾ സ്വരൂപിച്ച തുക കണ്ണൂർ കളക്ടറേറ്റിലെത്തി ഇവർ കളക്ടർ മീർ മുഹമ്മദ് അലിക്ക് കൈമാറി. PK ശ്രീമതി ടീച്ചർ MP-യും സംബന്ധിച്ചു. നാടെങ്ങും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കൈകോർക്കുമ്പോൾ ചക്രക്കസേരയിൽ ജീവിക്കുന്നവർക്കും വെറുതെ ഇരിക്കാനാവുമായിരുന്നില്ല. ചക്രക്കസേരയിലിരുന്നും മുച്ചക്ര വാഹനം ഓടിച്ചും നഗരത്തിലാകെ ഇവർ പിരിപിടിക്കുകയായിരുന്നു. ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് കേരള പുനഃസൃഷ്ടിക്കൊരു കൈത്താങ്ങ് എന്ന പേരിൽ ഇവർ പണം സ്വരൂപിച്ചത്. ഭിന്നശേഷിക്കാരായ 20ഓളം പേരാണ് സേവനത്തിനിറങ്ങിയത്. കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡിലും പരിസരത്തും രാവിലെ മുതൽ പിരിവിനിറങ്ങിയവർ 20,000 രൂപ ശേഖരിക്കുകയും ചെയ്തു. ഈ തുകയും സംഘടനയിൽപ്പെട്ടവർ നിർമ്മിച്ച സോപ്പ്, സോപ്പ് പൊടി, അച്ചാർ, ഫെനോയിൽ തുടങ്ങിയ സാധനങ്ങളും ജില്ലാ കലക്ടർ മീർ മുഹമ്മദ് അലിയെ ഏൽപ്പിച്ചു. സംഘടനാ രക്ഷാധികാരി രത്നദാസ്, പ്രസിഡന്റ് CCO നാസർ, സെക്രട്ടറി ബാബു ബ്ലാത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണിതെന്ന് കലക്ടർ മീർ മുഹമ്മദ് അലി പറഞ്ഞു. PK ശ്രീമതി ടീച്ചർ MP-യും സന്നിഹിതയായിരുന്നു. കാലവർഷം പിറകോട്ടടിച്ചതോടെ കണ്ണൂർ നഗരം ഓണത്തിരക്കിനായി ഉണർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലവർഷക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ നഗരം മന്ദീഭവിച്ച അവസ്ഥയിലായിരുന്നു.
അടുത്ത ദിവസങ്ങളിൽ വഴിയോര കച്ചവടങ്ങളും കമ്പോളങ്ങളുമെല്ലാം കൂടുതൽ സജീവമാകും. കാലവർഷം പിറകോട്ടടിച്ചതോടെ കണ്ണൂരിലെ വഴിയോര കച്ചവടങ്ങളിലെല്ലാം നല്ല തിരക്കുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇത്രയും ദിവസം മഴ തുടർന്നതിനാൽ കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇപ്പോഴാണ് ചെറിയ തോതിൽ കച്ചവടം വന്നു തുടങ്ങിയതെന്നും കർണാടക സ്വദേശിയായ നൂർ പറഞ്ഞു. 8 വർഷക്കാലത്തോളം ഇവിടെ കച്ചവടം നടത്തുന്ന ആളാണ് താനെന്നും പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കുറവാണെങ്കിലും 2 ദിവസം കൊണ്ട് ചെറിയ തിരക്ക് വന്നിട്ടുണ്ടെന്നും കച്ചവടക്കാരൻ പറഞ്ഞു. பரவாயில்ல ஓடிட்டு இருக்கு, வியாபாரம் இருக்கு. இந்த வருஷம் இருக்கு. அதான் 3 நாள் பின்னாடி மழை இருந்தது, இப்போ மழை இல்லை, வியாபாரம் இருக்கு, ஓடிட்டு இருக்கு, நல்லா இருக்கு. போன வருஷம் விட இந்த வருஷம் இன்னும் நல்லா இருக்கு வியாபாரம். 5 வருஷம் இங்கே இருந்தா நல்ல പോലെ ഇടുന്നാല് ഓടിட்டு இருக்கு வியாபாரம், நல்லா இருக்கு. எத்தனை வருஷமா நீங்க இங்க வர்ற? 8 வருஷம் வந்துட்டே இருக்கு. நீங்க எந்த ஊரு? മൈസൂർ, കർണാടക. കാലവർഷം കാരണം കച്ചവടം പിറകോട്ടടിക്കുമെന്ന് കച്ചവടക്കാർ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ അന്തരീക്ഷം മാറിയതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കച്ചവടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. പ്രളയ ദുരിതബാധിതരെ സഹായിക്കാൻ കാരുണ്യപ്രവാഹം തുടരുന്നു. സേവന സന്നദ്ധരായ വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും പ്രളയത്താൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ രംഗത്തിറങ്ങി കഴിഞ്ഞു. കണ്ണൂർ കളക്ടറേറ്റിലെത്തിച്ചും നേരിട്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ സഹായം എത്തിച്ചുമാണ് നാടൊന്നാകെ ദുരിതാശ്വാസത്തിനായി കൈകോർക്കുന്നത്. തലശ്ശേരി നോർത്ത് സെക്ഷന്റെ നേതൃത്വത്തിലാണ് അവശ്യ ഭക്ഷ്യധാന്യങ്ങളും മറ്റ് സാധനങ്ങളും നൽകുന്നതിന് വേണ്ടി സമാഹരിച്ച സാധനങ്ങൾ തലശ്ശേരിയിൽ നിന്നും പുറപ്പെട്ടത്. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT പത്മനാഭൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും, രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിന്റെ പ്രളയത്തോടൊപ്പം ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാരുണ്യത്തിന്റെ മഹാപ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം KSEB വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ, വൈദ്യുതി മേഖലയിൽ സംഭവിച്ചിട്ടുള്ള ഒട്ടനവധി ദുരിതങ്ങൾ, ജീവൻ പോലും പണയം വെച്ച് ഈ പ്രളയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയും NV അജിത്ത്, PK പവിത്രൻ, P ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജേഷ് മനാട്ട്, P സന്തോഷ്, കുമാരൻ വാച്ചാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവിടെയുള്ള 14 ജീവനക്കാരാണ് സേവന സന്നദ്ധരായി തൃശൂരിലേക്ക് പുറപ്പെട്ടത്. പാനൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 20,000-ഓളം ചപ്പാത്തിയും 50 കേസ് കുടിവെള്ളവും ഭക്ഷണ കിറ്റുകളും പ്രളയബാധിത പ്രദേശങ്ങളിൽ എത്തിച്ചു. പാനൂരിൽ പുതുതായി ആരംഭിച്ച ഒലീവ് ഹോട്ടൽ, സന്നദ്ധ പ്രവർത്തകർ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയുമായി സഹകരിച്ചാണ് ചപ്പാത്തി സ്വരൂപിച്ചത്. പൂക്കോം പബ്ലിക് നവമാധ്യമ കൂട്ടായ്മയുമായി സഹകരിച്ചാണ് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചത്. പാനൂർ CI VV ബെന്നി യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രളയബാധിതർക്ക് കൈത്താങ്ങായി ഒരു കൂട്ടം ഓട്ടോറിക്ഷ തൊഴിലാളികളും രംഗത്ത്. എരഞ്ഞോളി ചുങ്കത്തെ 15ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ജോയിന്റ് RTO ബെന്നി പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. TP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കൊക്കാടൻ വത്സൻ സ്വാഗതം പറഞ്ഞു. മോർഗോത്ത് വിജേഷ്, P സനീഷ്, പ്രജീഷ്, ജിംനേഷ് എന്നിവർ നേതൃത്വം നൽകി. കീഴ്മാടം ഐനുൽ ഹുദ SYS സാന്ത്വനം ദുരിതബാധിതർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു. 2500ഓളം ആളുകൾക്കുള്ള വസ്ത്രവിതരണം നേരത്തെ നടത്തിയിരുന്നു. റഫീഖ് അണിയാരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ മനസ്സിൽ സേവന പ്രവർത്തനങ്ങളുടെ മജ്ജ ഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമായ ഒരു അനുഭൂതിയാണ്. അത്തരമൊരു നീക്കത്തിലേക്ക് ഈ പിഞ്ചു മനസ്സിനെ കൊണ്ടുവന്ന ടീച്ചേഴ്സിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഹംസ ഫാറൂഖ് സഖാഫി, സലാം സഖാഫി, അലി സഖാഫി, O മജീദ്, ലത്തീഫ് കീഴ്മാടം, M മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു. സഹറത്തുൽ ഖുറാൻ വിദ്യാർത്ഥി സിയാൻ ആദം ഷബീർ ആശംസാ പ്രസംഗം നടത്തി. ഇന്നെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കെല്ലാം അതറിയാമോ? വയനാടിലും മറ്റ വെള്ളപ്പൊക്കം വന്നിട്ട് ഡ്രസ്സില്ലാതെ, വസ്ത്രമില്ലാതെ. മറ്റു വാർത്തകളുടെ വിളക്ക് ശേഷം തുടരും. ഡ്രസ് ലാൻഡ്, പുത്തൂർ റോഡ്, പാനൂർ.
മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉള്ളിൽ തട്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. പ്രളയബാധിതരായ സഹോദരങ്ങളെ നെഞ്ചോട് ചേർക്കൂ. അവർക്ക് സഹായം എത്തിക്കുന്ന മഹത് സംരംഭങ്ങളിൽ പങ്കാളികളാവൂ. ഡ്രസ് ലാൻഡ്, പുത്തൂർ റോഡ്, പാനൂർ. ഒരു സുവർണ യുഗത്തിന്റെ 1000 ഓർമ്മകളുമായി പൊന്നോണം ഓടിയെത്തുമ്പോൾ മനസ്സ് നിറയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരം. ഡ്രസ് ലാൻഡ്, പുത്തൂർ റോഡ്, പാനൂർ. ഓണം ബക്രീദ് പ്രമാണിച്ച് എല്ലാവിധ തുണിത്തരങ്ങളും ഏറ്റവും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. നിങ്ങളുടെ വസ്ത്രധാരണ സങ്കല്പങ്ങളെ മനസ്സിനിണങ്ങി സാക്ഷാത്കരിക്കാൻ ആധുനികതയുടെ നവ്യഭാവങ്ങളും ഡിസൈനുകളുടെ വർണ്ണമനോഹാരിതയും ഒത്തുചേർന്ന ഫാഷന്റെ പൂന്തോട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പതിറ്റാണ്ടുകൾ പിന്നിട്ട് സേവന പാരമ്പര്യവുമായി ഡ്രസ് ലാൻഡ്, പുത്തൂർ റോഡ്, പാനൂർ. കുറേ കാലത്തിനു ശേഷം കാണുകയാ എന്റെ സ്കൂൾ ഫ്രണ്ടിനെ. ദ വേൾഡ് ഫേമസ് മാനുഷി ചില്ലർ, മിസ് വേൾഡ്. അവൾക്കിന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ തന്നെ വേണം. നൈസ്. ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ മടുത്തട്ടിൽ വിലക്കുറവിലും വിശ്വസതയിലും ജനപ്രസിദ്ധിയാർജിച്ച ശ്രീദേവി ടെക്സ്റ്റൈൽസിൽ പുതുപുത്തൻ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. ശ്രീദേവി ടെക്സ്റ്റൈൽസ് നിങ്ങളുടെ ധന്യമുഹൂർത്തങ്ങൾക്ക് നിറച്ചാർത്തേകാൻ വർണ്ണവസ്ത്രങ്ങളുടെ ശ്രേണിയുമായി കല്യാണ പെണ്ണിന്റെ മനം കവരുന്ന വെഡിംഗ് സാരികളുടെ പുതുപുത്തൻ മോഡലുകൾ. MCM ലൈഫ് സ്റ്റൈൽ ചുരിദാർ സെറ്റ്, ശ്രീ ഗണേഷ് ബോയിൽ സാരി, വെഡിംഗ് സാരി, സിൽക്ക് സാരി, കോട്ടൺ സാരി, ഫാൻസി സാരി, കസവ് സാരി തുടങ്ങിയ വസ്ത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വിൽക്കപ്പെടുന്ന തലശ്ശേരിയുടെ സ്വന്തം വസ്ത്രാലയം. ഒപ്പം ലേഡീസ് ടൈലറിംഗും. ശ്രീദേവി ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ, ഫയാദ് കോംപ്ലക്സ്, OB റോഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. ഈ പ്ലാനറ്റ് ഓണം മെഗാ ഓഫറുകൾ. ഇത് ഓർമ്മകളുടെ പൂക്കാലം. ഗൃഹാതുരതയുടെ വസന്തത്തിലേക്ക് സ്വാഗതം. ആഘോഷിക്കൂ ഈ ഓണം ഈ പ്ലാനറ്റിനൊപ്പം. ഈ പ്ലാനറ്റ് ദ ഇലക്ട്രോണിക് സ്റ്റോർ. ഈ പ്ലാനറ്റ് തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി ആൻഡ് സുൽത്താൻ ബത്തേരി. ചിങ്കളി സെറാമിക്സ് ഗ്രൂപ്പിന്റെ 7ാമത് ഷോറൂം പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിരുചികളും യഥാസമയം നിറവേറ്റാൻ ഉതകുന്ന ഫ്ലോറിംഗ്, വാൾ, സാനിറ്ററി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ശൃംഖല. എല്ലാവിധ ഗുണനിലവാരത്തിലുമുള്ള വിട്രിഫൈഡ് സെറാമിക് ഫ്ലോർ ആൻഡ് വാൾ ടൈൽസും ചിങ്കളിയിൽ മാത്രം ലഭ്യം. RAK സെലക്ട് ഷോറൂം. വൈവിധ്യമാർന്ന സെലക്ഷനുകൾ, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം. നിങ്ങളുടെ സൈറ്റിൽ തികച്ചും സൗജന്യമായി ഡെലിവറി ചെയ്യും. ചിങ്കളി സെറാമിക്സ്, ATT മാൾ, ഓപ്പോസിറ്റ് പാനൂർ വെസ്റ്റ് UP സ്കൂൾ, തലശ്ശേരി റോഡ്, പാനൂർ. ഫോൺ 04902 314 673 7594 888662. മീന കളക്ഷൻ, എക്സ്ക്ലൂസീവ് ഡ്രസ് മെറ്റീരിയൽ ആൻഡ് ഫാൻസി ക്ലോത്ത് മാച്ചിംഗ് സെന്റർ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, വസ്ത്രങ്ങൾക്ക് മീന കളക്ഷൻ. എക്സ്ക്ലൂസീവ് മെറ്റീരിയലുകളുടെയും ഫാൻസി തുണിത്തരങ്ങളുടെയും വെഡിംഗ് കളക്ഷനുകളുടെയും പുതുപുത്തൻ ട്രെൻഡുകൾ മീന കളക്ഷനിൽ. കല്യാണങ്ങളിൽ അണിഞ്ഞൊരുങ്ങുവാൻ, ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രശേഖരവുമായി മീന കളക്ഷൻ. വെഡിംഗ് കളക്ഷൻ ഡ്രസ് മെറ്റീരിയലുകൾ ഹോൾസെയിൽ വിലയിൽ. വെഡിംഗ് കളക്ഷൻ ഡ്രസ് മെറ്റീരിയലുകൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഡിസൈനുകൾക്ക് മുൻകൂട്ടി ഓർഡർ സ്വീകരിച്ച് എത്തിച്ചു തരുന്നു. ഫാൻസി ഡിസൈൻ നെറ്റ് ക്ലോത്ത്, ഡിസൈൻ വെൽവെറ്റ് ക്ലോത്ത്, പ്ലെയിൻ വെൽവെറ്റ് ക്ലോത്ത്, കോട്ടൺ പ്രിന്റിംഗ് ക്ലോത്ത്, പ്ലെയിൻ സാറ്റിൻ ക്ലോത്ത്, ഷിഫോൺ വെൽ, സാരികൾ, ചുരിദാർ മെറ്റീരിയലുകൾ, ഷാളുകൾ എന്നിവയുടെ പുതുപുത്തൻ ശേഖരം. ഫാൻസി ലേസുകളുടെയും ഫാൻസി ചെണ്ടുകളുടെയും പുതിയ ട്രെൻഡുകളുടെ കമനീയ ശേഖരം. മീന കളക്ഷൻ, എക്സ്ക്ലൂസീവ് ഡ്രസ് മെറ്റീരിയൽ ആൻഡ് ഫാൻസി ക്ലോത്ത് മാച്ചിംഗ് സെന്റർ, മണവാട്ടി ജംഗ്ഷൻ, നാരങ്ങാപുരം, തലശ്ശേരി. ഫോൺ 9770 105708. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി.
എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി. ശശീന്ദ്ര ജ്വല്ലറി പാനൂർ 50 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാനൂർ ജംഗ്ഷനിലെ ശശീന്ദ്ര ജ്വല്ലറി കാലത്തിനൊത്ത മാറ്റങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരം, BIS 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും ശേഖരം, ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണം സ്വന്തമാക്കാനുള്ള ലഘു നിക്ഷേപ പദ്ധതികളും ആരംഭിച്ചിരിക്കുന്നു. ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. ഫോൺ 049023112338. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മനം കവരുന്ന വസ്ത്രവിസ്മയം. ഇന്ത്യയിലെ പ്രമുഖ തുണിമില്ലുകളിൽ നിന്നും തുണിത്തരങ്ങൾ നേരിട്ട് വരുത്തി മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്നു. കോൺടാക്ട് 9446957948 9895079362 9946753709. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, കല്ലിക്കണ്ടി. സൂര്യ ഡോസ്. മലബാറിലെ ഏറ്റവും മികച്ച ഡിസൈനിൽ തീർത്ത തേക്ക് ഡോറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 5900 രൂപ മുതലുള്ള തേക്ക് ഡോറുകൾ, 2000 രൂപ മുതൽ പ്രമുഖ കമ്പനികളുടെ സ്കിൻ ഡോറുകൾ, വിവിധ ഡിസൈനിലുള്ള ബാത്റൂം ഡോറുകൾ. നിങ്ങൾ ഏത് ഡിസൈനിലുള്ള ഡോറുകൾ ആഗ്രഹിക്കുന്നുവോ അത് ഞങ്ങൾ തയ്യാറാക്കി തരുന്നു. പുതിയ തേക്കുമരത്തിൽ തീർത്ത ഡോറുകളാണ് സൂര്യ ഡോസിലുള്ളത്. കൂടാതെ ഏറ്റവും പുതിയ മോഡലിൽ തീർത്ത ജനൽ ഫ്രെയിമിന്റെ വൈവിധ്യ ശേഖരം. സൂര്യ ഡോസ്, നമ്പർ 1 ക്വാളിറ്റി തേക്ക് ഡോസ് ആൻഡ് ഫ്രെയിംസ്. പാനൂർ, ഊരാറ, മൊകേരി. ബ്രാഞ്ച് കടവത്തൂർ. GCC അസോസിയേറ്റ്സ്, കടവത്തൂർ റോഡ്, കല്ലിക്കണ്ടി. ഫോൺ 04902462 പരിഷ്കാരത്തിനും പരിവർത്തനത്തിനും വിധേയമാകുന്ന കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായ പ്രമുഖ കമ്പനികളുടെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് ഉൽപ്പന്നങ്ങൾ ഇവയുടെ വിപുലമായ ശേഖരം. GCC അസോസിയേറ്റ്സ്. മാറിവരുന്ന ഗാർഹിക സങ്കല്പങ്ങൾക്ക് പുതുമയുടെ മിഴിവേകുവാൻ അതിനൂതന മോഡലുകളിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് ഉൽപ്പന്നങ്ങൾക്ക് തലശ്ശേരി മേഖലയിലെ അതിവിശാലമായ ഷോറൂം. GCC അസോസിയേറ്റ്സ്, കടവത്തൂർ റോഡ്, കല്ലിക്കണ്ടി. ഹോം അപ്ലയൻസസ് ഹോൾസെയിൽ വിപണന രംഗത്ത് 25 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തിന്റെ തിലക്കത്തിൽ വിലക്കുറവിന്റെ വിസ്മയവുമായി യൂണിറ്റി സ്റ്റീൽസിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് സ്വാഗതം. പ്രമുഖ കമ്പനികളുടെ LED TV, ഹോം തിയേറ്റർ, മിക്സി, കുക്കർ, ഗ്യാസ് സ്റ്റൗ, അയൺ ബോക്സ്, പ്ലാസ്റ്റിക്, ക്രോക്കറി, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. യൂണിറ്റി സ്റ്റീൽസ്. യഥാർത്ഥ ഹോൾസെയിൽ വിലയിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ യൂണിറ്റി സ്റ്റീൽസ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. ഹൗസ് വാമിംഗ് പാർട്ടികൾക്ക് മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്. മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ് തലശ്ശേരി ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് 10 വർഷത്തെ സേവന പാരമ്പര്യം. ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ പരിശീലനത്തിന് പുറമെ മികവാർന്ന സാങ്കേതിക വിദ്യയോടെ പഠനം. തിയറി ക്ലാസുകൾ. വനിതകൾക്ക് വനിതാ പരിശീലകർ പരിശീലനം നൽകുന്നു. മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ് വാഹന സംബന്ധമായ എല്ലാവിധ ഹർജികളും തയ്യാർ ചെയ്തു കൊടുക്കുന്നു. മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്, പിലാക്കണ്ടി പ്ലാസ, AVK നായർ. മറ്റു വാർത്തകളിലേക്ക്. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ കണ്ണൂർ കളക്ടറേറ്റിലെത്തി കലക്ടർ മീർ മുഹമ്മദ് അലിക്ക് കൈമാറി. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു ദിനം കൊണ്ട് സ്വരൂപിച്ച വസ്തുക്കളാണ് നൽകിയത്. പ്രളയബാധിതർക്ക് സഹായഹസ്തവുമായി പാനൂർ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളും 2 ലക്ഷം രൂപ സ്വരൂപിച്ച സാധന സാമഗ്രികൾ ഇവർ വാങ്ങി കണ്ണൂർ കളക്ടർ മീർ മുഹമ്മദ് അലിയുടെ സാന്നിധ്യത്തിൽ PK ശ്രീമതി ടീച്ചർ MP ഏൽപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു ദിവസം കൊണ്ടാണ് തുക സ്വരൂപിച്ചത്. കമ്പിളി പുതപ്പുകൾ, വസ്ത്രങ്ങൾ, അരി, പഞ്ചസാര, മറ്റു ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ബക്കറ്റുകൾ, ടോയ്ലറ്റ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി ആവശ്യമായ സാധനങ്ങളാണ് ഇവർ കലക്ടർക്ക് കൈമാറിയത്. പ്രധാന അധ്യാപകൻ CP സുചീന്ദ്രൻ, PTA പ്രസിഡന്റ് KK സജീവ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി രാജീവൻ പാനുണ്ട, CVA ജലീൽ, NK രമേശൻ, K ഉത്തമൻ, T സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കതിരൂർ ചുണ്ടങ്ങാപ്പൊയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പാൾ ഗിരിജ, പ്രധാന അധ്യാപകൻ രത്നാകരൻ, PTA അധ്യക്ഷൻ KC ചന്ദ്രൻ എന്നിവർ ചേർന്ന് കതിരൂർ വില്ലേജ് ഓഫീസർ സഞ്ജനയ്ക്ക് ചെക്ക് കൈമാറി. കതിരൂർ വില്ലേജ് ഓഫീസിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ഗോവിന്ദൻ കണ്ടോത്തുപൊയിൽ
25,000 രൂപയുടെ ചെക്കും കുമാരൻ ഉഷസ് എന്നിവർ 3,000 രൂപയുടെ ചെക്കും കതിരൂർ വില്ലേജ് ഓഫീസർ സഞ്ജനയ്ക്ക് കൈമാറി. കണ്ണൂർ സർവകലാശാല സൊസൈറ്റി തിരഞ്ഞെടുപ്പിനുള്ള നടപടി ശ്രമങ്ങൾക്ക് തുടക്കം. നവംബറിലോ ഡിസംബർ ആദ്യവാരത്തിലോ തിരഞ്ഞെടുപ്പ് നടക്കും. മൊത്തം 96 പേരാണ് സെനറ്റിലുണ്ടാവുക. 46 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ചാൻസലർ, വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, ഉന്നത ഉദ്യോഗസ്ഥർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടങ്ങി 34 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. വിവിധ മേഖലകളിലെ 16 പേരെ ചാൻസലർ നോമിനേറ്റ് ചെയ്യും. 1996 കണ്ണൂർ സർവകലാശാല രൂപീകൃതമായ ശേഷം 2004 നേരത്തെ സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിവിധ മേഖലകളിലെ 12 മണ്ഡലങ്ങളിൽ 10ലും പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനുകളുടെയും വിദ്യാർത്ഥി യൂണിയന്റെയും മണ്ഡലങ്ങളിലാണ് ഇനി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ളത്. അഫിലിയേറ്റഡ് കോളേജ് പ്രിൻസിപ്പൽമാർ 4, എയ്ഡഡ് കോളേജ് മാനേജർമാർ 1, സർവകലാശാല അധ്യാപകർ 2, സർവകലാശാല അനധ്യാപക ജീവനക്കാർ 1, അഫിലിയേറ്റഡ് കോളേജുകളിലെ അനധ്യാപക ജീവനക്കാർ 2, എയ്ഡഡ് കോളേജ് അധ്യാപകർ 10, ഗവൺമെന്റ് കോളേജ് അധ്യാപകർ 3, രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ 2, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ 6, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രതിനിധി 1, നിയമസഭാ അംഗങ്ങളുടെ പ്രതിനിധികൾ 4, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ 10 എന്നിങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങൾ. പാനൂരിൽ NTTC സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനം ഉദ്ഘാടനം ചെയ്തു. പാനൂരിൽ NTTC സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെന്റ് അംഗീകൃത നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സായാണ് NTTC സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. പാനൂർ ബിസിനസ് സ്കൂളിൽ ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുതിയ പഠനങ്ങൾ നടത്തിക്കൊണ്ട് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോബൽ സമ്മാനം നേടിയ കൈലാസ് സത്യാർത്ഥി നിങ്ങൾക്കറിയാം. അദ്ദേഹം നമ്മുടെ കുട്ടികളുടെ പ്രത്യേകിച്ച് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ എങ്ങനെ മികച്ച നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരുപാട് ആശയങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ 5 വയസ്സിന് താഴെയാണ്. മഹാത്മജി പറഞ്ഞത് 5 വയസ്സിനിടയിലാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആർജിക്കുന്ന അറിവിൻ്റെ 3/4 ഭാഗവും സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മുകുന്ദൻ പുലരി അധ്യക്ഷനായി. റിയാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പാൾ മുരളി മാസ്റ്റർ, ജ്യോതിർമയ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. എരഞ്ഞോളി കുടക്കളത്തെ ചക്കത്ത് രാജൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. 30 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ പ്രവർത്തനം കാഴ്ചവെക്കുകയായിരുന്നു. M. വസന്തയാണ് ഭാര്യ. നിതിൻ, നിർമ്മൽ എന്നിവർ മക്കളാണ്. രാധ, രതി, ഗൗരി, വേണു, ഉഷ എന്നിവർ സഹോദരങ്ങളാണ്. തലശ്ശേരി ഇല്ലത്താഴ ഊരാങ്കോട് ചരളിൽ ശാന്ത നിര്യാതയായി. 68 വയസ്സായിരുന്നു. ചരളിൽ മണപ്പാട്ടി നാണുവാണ് ഭർത്താവ്. രജിത, രതീശൻ, ഷായിച്ച എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരിയിൽ നീന്തൽ മത്സരത്തിനിടെ വിദ്യാർത്ഥി മുങ്ങിമരിച്ച സംഭവത്തിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ASPക്കും പരാതി. തലശ്ശേരി കൂത്തുപറമ്പ് പാനൂർ മേഖലകളിൽ സ്വകാര്യ ബസ്സുകളുടെ സാന്ത്വന യാത്ര. വരുമാനം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. കണ്ണൂർ വിമാനത്താവള ഉദ്ഘാടനം ഒക്ടോബറിലേക്ക് മാറ്റി. ലൈസൻസിനുള്ള കാലിബ്രേഷൻ പരിശോധന മഴ മാറിയാൽ ഉടൻ നടക്കും. പ്രളയബാധിതർക്ക് കൈത്താങ്ങായി തലശ്ശേരി പോലീസും. വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ സ്വരൂപിച്ച സാധനങ്ങൾ തൃശ്ശൂരിലെത്തിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.